ഇതാണ് കേട്ടോ വണ്ടിയുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അജേഷ് റെഡ് പവർ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മളിതേ ഒരു ലോഞ്ചിന് വന്നേക്കുന്നതാണ്. സംഭവം വേറെ എവിടെയുമല്ല, നമ്മുടെ ഫീനിക്സ് അണക്കരയിൽ തന്നെയാണ് നമ്മുടെ റാപ്പറിൻ്റെ ഷോപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി. കാരണം ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ തംബ്നെയിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, നമ്മുടെ വണ്ടിയെല്ലാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജോൺസൺ റാപ്പർ പണിയെടുക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത മാസ്ക് ഒക്കെ ഇട്ട് ഉടനെ കയറി വരുന്നുണ്ട് കേട്ടോ. പോയി ഷാർവിനാണ് അവിടെ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ബലൂണൊക്കെ വീർപ്പിക്കടാ. അതുകൊണ്ട് വണ്ടി ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവർ വരുന്നൊരു താമസം കൂടെ ഉള്ളു കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് വണ്ടി മൊത്തത്തിൽ കാണാം. അപ്പോൾ എന്തായാലും അവരും കൂടെ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. സംഭവം സെറ്റായിരുന്നു. ആളവിടെ നിൽക്കുന്നുണ്ട്. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോരെ. ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര വീഡിയോ ഗെയിംസ്. ഓക്കെ, പോരട്ടെ. എല്ലാം ഇതാണ് വണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഇതാണ് RC390 Bs3 മോഡലാണ്. കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വെളിയിൽ കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് കാണിച്ചു തരാം ഞാൻ. ഇതേ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മോട്ടറാഷ് പറഞ്ഞു തരുന്നതായിരിക്കും. പിള്ളേരെല്ലാം ഇവിടെ വരും, എല്ലാവരും ഭയങ്കര വീഡിയോ എടുക്കുകയാണ്. അപ്പം എന്തേ വണ്ടി എന്ന് പറയുന്നത് കേട്ടോ, നമ്മുടെ വൈസറൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം റാപ്പർ ഡിസൈൻസ് ആണ്. ഈസ വണ്ടിയുടെ പേരാട്ടോ. ഈ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഇവിടെ KTM എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ മോട്ടറാഷ് ഗ്യാരേജ് RC390. പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഐഡിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്ലൂറസൻ്റ് യെല്ലോ ആണിത്, ഗ്രീനല്ല കേട്ടോ, ഇത് യെല്ലോ ആണ്. ബാക്കി നമുക്ക് വെളിയിൽ പോയിട്ട് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ അകത്ത് അത്ര ക്ലിയറായിട്ട് എനിക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, ഈ ഒരു പീസ് എല്ലാം അടിച്ചിട്ടുണ്ട് പെയിൻറ്റ്. നമുക്കപ്പോൾ ബാക്കി വെളിയിൽ പോയിട്ട് കാണാം കേട്ടോ. ഇപ്പം നമുക്ക് വെട്ടം അടിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഷെയ്ഡ് അത്യാവശ്യം മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ബാക്കി വെളിയിൽ പോയിട്ട് അത്യാവശ്യം നല്ല ക്ലിയറായിട്ട് കാണിച്ചു തരാം. അപ്പം കുറച്ച് വെട്ടം അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കളറ് നമുക്ക് നല്ലപോലെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി വണ്ടി എടുത്ത് വെളിയിൽ പോകുമ്പോഴേക്കും നമുക്ക് കാണാം കേട്ടോ. ഒന്നുമില്ല, അവിടെ 5 ഹെൽമെറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. 6 2 4 6 6 ആരുടെ ഹെൽമെറ്റാന്നൊന്നും അറിയത്തില്ല. എന്തായാലും കൊള്ളാം. പിള്ളേരെല്ലാം ഉണ്ട്. അത്രയ്ക്ക് ഷോ ഒന്നും വേണ്ട. ഓണർ കം മാനേജർ കം ഡയറക്ടർ എവിടെ? ഓണർക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ? നാണോ വിഷയം. പിള്ളേരെല്ലാം ഉണ്ട് കേട്ടോ. അല്ലേ, വണ്ടി ഇറക്കി റെഡിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ അടാവേ, എൻ്റെ വണ്ടി പോകുന്നുണ്ട്. കണ്ടില്ലേ പെട്രോളിൽ എവിടെ പോകും.
പെട്രോൾ ഇതായി മറിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഓണർ ഓടിക്കുന്നത്. നേരത്തെ കൊണ്ട് മരത്തിടാൻ പോയ ടീമിൽ സുന്ദരൊന്നും വേണ്ട. അതെ, അവനും പോയിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ മാത്രമേ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. ഞാനും കേൾക്കത്തില്ലായിരിക്കും, കാരണം എൻ്റെ മൈക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിലാണ് പിടിച്ചേക്കുന്നത്. കുറേ ജോൺസൺ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാം, കാരണം പ്രത്യേകിച്ചൊന്നും കേൾക്കുന്നില്ല. ഇതാട്ടോ ഇവിടുന്ന് വണ്ടിയെന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. വേണം ജസ്റ്റ് പുറകിൽ നിന്ന് ജോൺസനെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മളിത് വണ്ടി അവിടെ നിന്ന് ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് മറ്റേ വണ്ടി ഓടിച്ച് പ്രത്യേകിച്ചൊന്നും കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം, കാരണം ഞാൻ മൈക്ക് എടുത്തില്ല കേട്ടോ. ഞാൻ മൈക്ക് എടുക്കാതെയാണ് വന്നത്, ഹെൽമെറ്റ് ഒന്നും എടുത്തില്ല. അപ്പോൾ അതാ കേട്ടോ പറ്റിപ്പോയെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞാൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂവും ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് എടുത്ത ഒരു കളറാണ് നമ്മുടെ അൽ മോട്ടറാഷ്. അപ്പോൾ അങ്ങനെ എടുത്ത കളറാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ലൈറ്റ് യെല്ലോയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. പിന്നെയെന്ന് പറയാനുള്ള നമ്മുടെ സ്റ്റിക്കർ വർക്ക് എല്ലാം റാപ്റ്റർ ഡിസൈൻസാണ് ചെയ്തേക്കുന്നത്. അല്ല, ഇതാണ് കേട്ടോ വണ്ടിയുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് സൈഡിൽ നിന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു വൈസറും കയറ്റിയിട്ടുണ്ട്. പഴയ മോഡൽ മിറർ അത് ഇതിന് വരുന്നതാണ്, കാരണം ഇത് BS3 Rc390 ആണ്. പിന്നെയെന്ന് പറയാനുള്ളത് ഈ ഒരു അലോയ്ക്കും ആ ഒരു കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ, മനസ്സിലായി? ഇത് നമ്മൾ ടയർ ഇട്ടപ്പം പോയതാണ് കേട്ടോ. ബായ്ക്കും അതുപോലെ തന്നെ. പിന്നെ ചെറുതായിട്ടൊരു ഈ ഒരു ഇവിടെ നമ്മുടെ ലൈറ്റ് എല്ലാം ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്കയിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓവറോൾ ഒന്ന് എല്ലാ ഭാഗങ്ങളും പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്ക്. ഇതൊക്കെ മാറ്റടിച്ചിട്ടുണ്ട്, ഇതെല്ലാം മാറ്റടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്, ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ഈ ഒരു സൈഡിൽ നിന്ന്. അപ്പം എന്തേ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. വീണ്ടും നമ്മൾ ഇവിടെ തന്നെയാണ് വന്നത്, കാരണം ഇത് പുള്ളിയുടെ അടുത്ത് അത്യാവശ്യം വലിയ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്പോട്ടെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്നത്. അപ്പോൾ എന്തേ അപ്പം വണ്ടീനെക്കുറിച്ച് പറയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വണ്ടി വേറെ വ്യത്യാസങ്ങളൊന്നും വരില്ല, പവർ വണ്ടി അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ആകെ ഒരു കളർ ഡിസൈനും മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ പറഞ്ഞാൽ ചെയ്സയിൽ നമ്മൾ ലൈറ്റ് എല്ലാം തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. സൗണ്ട് മറ്റേതിൻ്റെ പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ന്യൂട്രല്ല കേട്ടോ, ന്യൂട്രൽ ഒന്ന് കേട്ടെ. ഓക്കെ, ന്യൂട്രൽ ഇട്ടിട്ടുണ്ട്. സൗണ്ട് കേൾപ്പിച്ച് കേട്ടോ. അപ്പോൾ ഈ ഒരു സൗണ്ടിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചെറിയൊരു എന്താ പറയുക ഹോളുണ്ട്. അതുകൊണ്ടാണ്, നമ്മളിട്ടതല്ല, അത് നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതാട്ടോ ആ ഒരു സൗണ്ട് വന്നേക്കുന്ന വണ്ടിക്ക്. അപ്പം വേറെ സൗണ്ട് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ളെല്ലാം റെഡിയാക്കി എടുത്തതാണ്. പിന്നെ ഇത് മൊത്തം ചെയ്തതിൻ്റെ എത്ര രൂപയാണെന്ന് നമ്മുടെ ജോൺസൺ തന്നെ പറയും. ജോൺസാ എത്ര രൂപയാടാ? പെയിൻറ്റിങ് എത്രയായി? പെയിൻറ്റിങ് എല്ലാം കൂടെ ഒരു 10 രൂപ. പെയിൻറ്റിങ് എല്ലാം കൂടെ 10 രൂപ. സ്റ്റിക്കറോ? 2 രൂപ. സ്റ്റിക്കർ 2000 രൂപയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വൈസർ എന്ന് പറയുന്നത് ഇതിനും 2 രൂപ സംതിങ് ആണ് അല്ലേടാ? 1500 രൂപയേ ഉള്ളൂ. ഇപ്പം നേരത്തെ 2 രൂപയായിരുന്നു, ഇപ്പോൾ 1500 രൂപയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത് ചെയ്തത്. പിന്നെ ബാക്കി ഓവറോൾ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് ടയർ മാറി, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മാറി കേട്ടോ. ഷോക്ക്, ചെറിയ സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതെല്ലാം ഇത് കൂട്ടിയിട്ടില്ല, അത് കൂട്ടാതെയാണ് നമ്മൾ ഈ ഒരു റേറ്റ്. അതായത് 10 രൂപ പെയിൻറ്റും 2 രൂപ സ്റ്റിക്കറും ഈ സാധനത്തിന് 1500 രൂപ, അതായത് വൈസറിന് 1500 രൂപയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ Thewolfkid 390 ഇൻസ്റ്റ ID ആണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണ്ടേ? ഇപ്പോൾ നല്ലപോലെ കാണിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ
ഒന്നെങ്കിൽ അവന് മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ വാഷ് ഉണ്ട്, മോട്ടോർ വാഷിന് മെസ്സേജ് അയക്കാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇവരെ ആരും കിട്ടിയില്ലെങ്കിൽ എനിക്ക് തന്നെ മെസ്സേജ് അയച്ചോ, ഞാൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഇവരോട് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇവിടെ വേറെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാം. അവൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ബി. തിരിഞ്ഞിക്കിടാ, മര്യാദയ്ക്ക് നീ തിരിഞ്ഞു തന്നു. അതിൻ്റെ മോൻ കാണിച്ചാ. എടാ നിന്റെ മോൻ കണ്ടിട്ടുള്ള അപരനോ? ഇങ്ങോട്ട് നോക്കടാ. എടാ നിന്നെ കണ്ടിട്ടുള്ള ആളാ. അതെ, നിന്റെ ഫേസ് കണ്ടില്ല. ആര് പറഞ്ഞു? ഫേസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നീ തന്നെയാ. അവനും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇരിക്കുന്ന വണ്ടി എന്ത് ചെയ്യേ? വീട്ട് അങ്ങൊരു സാധനം കാണാവോ എന്ന് എനിക്ക് അറിയത്തില്ല. ദേ ഇരിക്കുന്നു. എൻ്റെ ഡയലോഗൊക്കെ ഇതേ ഇവിടെ നിന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. കൊള്ളാം. ഇവരും വീഡിയോ എടുക്കാൻ വന്ന കേട്ടോ. കമോണ്ട്രാ, പെട്ടെന്നാട്ടെ ചേട്ടാ. ഇവന്റെ ഒരു പാട്ട് കുറെ നേരം നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പോയി. അപ്പം അവരെല്ലാം തിരിച്ചു പോവാണ്. നമ്മൾ ഇവിടുന്ന് പോകുക കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്ത് വല്ലതും ചെന്നിട്ട് കാണാം. വേറെ പരിപാടിയൊന്നുമില്ല, നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ജോൺസൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതെ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്. ഡെമോങ്കിഡിൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. പിന്നെ അതെ മറ്റേ നമ്മുടെ റെഡ് ബിയുടെ, പിന്നെ ശരത്ത്, ഷാർവിൻ്റെ, ഷാരോണിൻ്റെ, ജോൺസൻ്റെ എല്ലാവരുടെയും ഉണ്ട്. അതെ മോട്ടറാഷേ മോൺസ്റ്റർ റെഡിൻ്റെ ഉണ്ട്. മോൺസ്റ്റർ റെഡിൻ്റെ വണ്ടി ഇതേ ഇവിടെ പണിയാനായിട്ടൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ലേടാ പിന്നല്ല. അതെ നീ ഏതാ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകട്ടോ. അജേശ്വർ റെഡ്ഡിയും കൂടെ വാ. കമോൺ, പവർ ആറട്ടെ. മെഗാട്രോണേ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അതിൻ്റെ പണി തീർത്ത് കേട്ടു കേട്ടോ. നമ്മളിത് ഇന്നത് ഇവിടെ വന്ന് കേട്ടോ. അതെ പിള്ളേരെല്ലാം ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. നമ്മുടെ ലൈവ് ചിക്കൻ ഗാലറി ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ തന്നെ സ്ഥിരം. ശിവന കേട്ടോ, അവന് ഇപ്പോൾ കുടഞ്ഞിട്ട് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നോ? ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ. ടാറ്റ. എടാ ഒരു ടാറ്റ പറഞ്ഞാടാ. അത് വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. രാജേഷേ അപ്പോൾ ഓക്കെ ബൈ.